വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രതിഷേധ സമരം അരങ്ങേറുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നൂറുകണക്കിന് ആംബുലൻസുകളാണ് ഇപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട നിരത്തിലിറങ്ങിയിരിക്കുന്നത്. വെട്ടിച്ചിറയിലുണ്ടായ ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെയുള്ള കയ്യേറ്റ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ആംബുലൻസുകൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ ഈയൊരു പ്രദേശത്ത് സമരത്തിൻ്റെ ഭാഗമായി നിർത്തിയിട്ടിരിക്കുന്നത്. ഡ്രൈവർമാരെല്ലാം സമരത്തിൻ്റെ ഭാഗമായി ആംബുലൻസിൽ നിന്നും ഇറങ്ങി സമര രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം ടോൾ പ്ലാസയിൽ ഇപ്പോൾ സമരം നയിക്കുകയാണ്. പോലീസുകാരും ഈ ഒരു പ്രദേശത്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ടോൾ നൽകാതെയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിലൂടെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി വെട്ടിച്ചിറയിലെത്തുന്നു. തന്നിട്ടുള്ളത് ഇവിടെ എത്ര ടോളുണ്ടോ ആ ടോളിലെല്ലാം ആംബുലൻസുകൾക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അതായത് എത്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ എത്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരു ടോൾ തുറന്നു കൊടുത്തിട്ട് അത് ഫ്രീ ആക്കിയിട്ട് ആംബുലൻസിന് പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരത്തെ കൊടുക്കുകളിലും മറ്റുള്ളതിൽ പോകാൻ നിൽക്കേണ്ട. സ്പീഡ് ട്രാക്ക് ആണെങ്കിൽ ആ ട്രാക്ക് ഏതാണോ ഇതിൽ 6 ട്രാക്കിൽ ഏത് ട്രാക്കും ആംബുലൻസുകൾ ഉപയോഗിക്കാനാണ് ഇപ്പോൾ. കാരണം നിലവിൽ അവർക്ക് പരിമിതി ഉണ്ട്. കാരണം ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അപ്പോൾ സ്ഥലം എടുത്ത് അതിനൊരു ആംബുലൻസുകൾക്ക് മാത്രം ആ ഒരു സർവീസ് നടത്താനുള്ള, അതായത് എമർജൻസി വാഹനങ്ങൾക്ക് അതിനുള്ള സൗകര്യം അതോറിറ്റി അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വർക്കുകൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് കഴിയുന്നത് വരെ ഈ പ്ലാസയിൽ, അതായത് ഈ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്ക് തികച്ചും ഏത് ട്രാക്കും ഉപയോഗിക്കാമെന്നുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. ഇതിലൂടെ കൊണ്ടുപോയതാണ് ഫസ്റ്റ് കേസ് കൊണ്ടുപോയത് ഇതിലൂടെയാണ്. ഈ ഫസ്റ്റ് കേസ് ഏറ്റവും കൂടുതൽ സ്പൈൻ ഇഞ്ചുറി ഉള്ള കേസാണ്. ആദ്യം കൊണ്ടുപോയത് സ്പൈൻ ഇഞ്ചുറി. ഇന്നലെ ബസ് അപകടത്തിൽ പരിക്കേറ്റത് ആദ്യം കൊണ്ടുപോയത് സ്പൈൻ ഇഞ്ചുറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ശ്വാസം പോലും ഇല്ലാതെ, അതായത് അയാളെ ജീവൻ പോലും വലിയ അപകടത്തിലായാൽ ആ സ്പൈൻ ഇഞ്ചുറി ഉള്ള ആ കേസാണ് ആദ്യമായിട്ട് കൊണ്ടുപോയത്. അതായത് ഏറ്റവും എമർജൻസി ഉള്ള, അതായത് ഒരു 10 ആളിൽ ഏറ്റവും എമർജൻസി ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് ആദ്യം ആംബുലൻസിനെ ഡിപ്പെൻഡ് ചെയ്യൽ. ആ കേസാണ് ആദ്യം വന്നിട്ടുള്ളത്. അതിനെയാണ് അവർ ഇതിലൂടെ കടത്തിവിട്ടിട്ടുള്ളത്. ാണ് ഈ ആംബുലൻസിന് ഏത് ട്രാക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞത്. എന്തായാലും ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ സമരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം. കാരണം രോഗികളായി എത്തുന്ന ആംബുലൻസുകളായി പോകുന്ന കൃത്യമായി ഇവിടെ യാത്രാ സൗകര്യം അല്ലെങ്കിൽ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. ഇപ്പം പിന്നെ ബസ് അപകടമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സമരത്തേക്ക് ഇറങ്ങിയത്. കാരണം ആദ്യം എമർജൻസി കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്ത എമർജൻസി ആംബുലൻസ് രോഗികളായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും അതിന് വേണ്ട പോലെ പരിഗണന അവർ കൊടുത്തില്ല. എന്തായാലും അതിനൊരു നമ്മൾ ഇന്ന് നടത്തിയ ചർച്ചയിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടാണ് പിന്നെ ചർച്ച നടത്തിയത്. എന്തായാലും അവരിതിന് പരിഹാരം ഏത് ട്രാക്ക് ആണെങ്കിലും ആംബുലൻസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഇപ്പോൾ നിലവിൽ കുറച്ച് സൗകര്യ പരിധികൾ കൂടെ ഉണ്ട് എന്നുള്ള അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഏത് ട്രാക്ക് വേണമെങ്കിലും എമർജൻസി കടത്തി വിടാം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മൾ പറഞ്ഞത്. എന്തായാലും നമ്മൾ സമരം വിജയിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 10-100ഓളം ആളുകൾ പിന്നെ പങ്കെടുത്തിട്ടുണ്ട്. 70ഓളം ആംബുലൻസുകാരുണ്ട്. ഞങ്ങൾക്ക് ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗത്തും ആംബുലൻസ് നിർത്തിയിട്ടാണ്. എല്ലാ ആംബുലൻസും നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയില്ല ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് മാക്സിമം ആളുകളെ ഒരു പരിധിവരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ മിന്നാന്ന് ഈ ബസ് അപകടമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു സമരത്തിന് ഞങ്ങൾ ആംബുലൻസുകാർക്ക് എത്ര ന്യായമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ആംബുലൻസുകാർ സമരത്തിന് ഇറങ്ങുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ആംബുലൻസുകളാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഇത്തരത്തിൽ സമരത്തിൻ്റെ ഭാഗമായി നിർത്തിയിട്ടിരിക്കുന്നത്. ഏതായാലും സമരത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയിൽ സമരം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ബന്ധപ്പെട്ടവർ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഏത് ട്രാക്കിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള, അല്ലെങ്കിൽ ആംബുലൻസ് കടന്നു പോകുവാനുള്ള ഒരു സാഹചര്യം അധികൃതർ ഒരുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. സമരമല്ല, മറിച്ചൊരു ശക്തമായ പ്രതിഷേധമാണ്. ആംബുലൻസുകൾ ഓടുന്നത് അതിൻ്റെ വാടകക്കോ അല്ലെങ്കിൽ സാമ്പത്തിക
ലാഭം വെച്ചുകൊണ്ടൊന്നുമല്ല. പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ശക്തമായുള്ള പ്രതിഷേധം മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവരൊക്കെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭത്തിലാണ് മിനിഞ്ഞാന്ന് നടന്ന ആക്സിഡൻറ്റും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അരിഷ്ട സംഭവങ്ങളും. തീർച്ചയായും ഈ ടോൾ ബൂത്തിൽ ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. എത്രയോ തവണ ഇവിടെ യാത്രക്കാരുമായിട്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികളും പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നിരവധി തവണ ഈ ടോൾ ബൂത്തിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബൂത്തിലും കാണാത്ത ചില സവിശേഷമായ സാഹചര്യമാണ്, ജീവനക്കാരുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. എന്തായി കഴിഞ്ഞാൽ ഈ സമരം ഒരു സൂചനയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ് പ്രകാരം ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ പാത ഒഴിവാക്കി വിടുന്നുള്ള ഒരു ഉറപ്പിൻ്റെ അവസാനമാണ് ഈ സമരം, ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയധികം ആംബുലൻസുകൾ ജില്ലയുടെ ഏകദേശം കുറച്ച് ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർമാർക്ക് വേണ്ടിയല്ല, പൊതുസമൂഹത്തിനും നാട്ടുകാർക്കുമാണ് എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നമ്മുടെ കടമ. കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്, തീരുമാനം എന്നൊന്നും പറയാൻ അങ്ങനെ എതിർത്ത് ഇതിൽ പറയാൻ പറ്റില്ല. തീരുമാനം പഴയതുപോലെ തന്നെ. ഞങ്ങൾ മുന്നേ ഇതേപോലെ ഇത് പ്രശ്നമാവാൻ കാരണം നമ്മൾ ഇവിടെ ഇതേപോലെ 6 ട്രാക്ക് ഇട്ടുണ്ട്, 5 ട്രാക്ക്. ഈ 5 ട്രാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രാക്കിലാണ് നമ്മൾ കയറി പോവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇന്ന് സമരത്തിന് വന്നത്. നമുക്ക് ഇന്നൊരു ട്രാക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്, എമർജൻസി വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള ട്രാക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സമരത്തിന് വന്നത്. പക്ഷേ ഇന്നും ഇവർ പറഞ്ഞത് ഇതേപോലെ പഴയതുപോലെ തന്നെ ഏത് ട്രാക്കിൽ കൂടി നമുക്ക് കയറി പോവാം എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾക്ക് ഏത് ട്രാക്ക് നോക്കിയാലും ഇത് ടോളാണ്. ഏത് നിമിഷവും ഏത് ടൈമിലും ഇവിടെ വാഹനങ്ങളുണ്ടാവും. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ചെന്നിട്ട് ഹോൺ അടിച്ച് നിൽക്കും, ഇവർ ടോള് ഒഴിവാക്കി തരില്ല. അങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ് ഇന്ന് ഇതിനു വേണ്ടി വന്നത്. ഇപ്പോഴും ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാക്കിലൂടെ കയറി. ഇപ്പോഴും നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എമർജൻസി വെഹിക്കിളിന് ട്രാക്കില്ല. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ട്രാക്ക് ഉണ്ട്, പിന്നെ തൃശ്ശൂർ പാലിക്കര ടോള് അവിടെ ആംബുലൻസിനായിട്ടുള്ള സ്പെഷ്യൽ ട്രാക്ക് ഉണ്ട്. ഇവിടെ മാത്രം ട്രാക്കില്ല. ഈ ട്രാക്കിൻ്റെ നമ്മൾ ഈ ഓരോ വണ്ടിയും വരുന്നത് 100-120 സ്പീഡിലാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും കൊണ്ട് വരുന്നത്. ഈ വരുന്ന വരവിൽ ഇവിടെ ഈ വാഹനങ്ങൾ നിൽക്കുന്ന ടൈമിൽ, വല്ല മഴ പെയ്ത ടൈമിലൊക്കെ ആണെങ്കിൽ വണ്ടി സ്കിഡായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും? അവർ പറഞ്ഞു ഇവിടെ സ്ഥലപരിമിതിയാണ് പറയുന്നത്. അത് നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ ടോള് ഓൾറെഡി ഇവിടെ വരുമ്പോൾ എമർജൻസി വെഹിക്കിളിനൊരു ടോള്, എമർജൻസി വെഹിക്കിളിനുള്ള ലൈൻ ഇവർ റെഡിയാക്കി വെക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞ് ഇഷ്ടമുള്ള ട്രാക്കിൽ കൂടെ കയറിപ്പോയാൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. ഇത് തന്നെയാണ് ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്കിൽ പെടുന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. അപകടമായിരുന്നു. അതിൽ ഫസ്റ്റ് കേസ് എടുത്ത് വന്നത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തി അത്രയും തിരക്കിൻ്റെ ഇടയിൽ വരെ ടോളിത്തെ അധികൃതരോട് പറഞ്ഞു, ഇങ്ങനെ ഇനിയും ആംബുലൻസുകൾ വരുന്നുണ്ട്, നമ്മൾക്കായിട്ടൊരു ട്രാക്ക് ഒഴിവാക്കി തരണമെന്ന് അവരോട് പറഞ്ഞു. അത് അവർ ചെവിക്കൊണ്ടില്ല. ബാക്കിൽ പറഞ്ഞതുപോലെ ബാക്കിൽ ഏകദേശം ഒരു 5 ആംബുലൻസോളം വന്നിട്ട് ഈ ട്രാക്കിൽ ബ്ലോക്കായി, അത് കുടുങ്ങിക്കിടന്നു. നമ്മൾ അത് കേസിറക്കി റിട്ടേൺ വരുന്ന ടൈമിൽ അവരോട് ചോദ്യം ചെയ്തപ്പോൾ, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാവും, കയ്യേറ്റം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കയ്യേറ്റം ഉണ്ടായി. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടായത്. വരും തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ട്രാക്ക്, സ്ഥിരമായിട്ടൊരു ട്രാക്ക് നമുക്ക് കിട്ടണം. ഈ സമരത്തിലോട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സമരത്തിലേക്ക് ഇറങ്ങുന്നുള്ള പരിപാടി. ഏതായാലും വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഈ ഒരു സമരം വിജയിച്ചിരിക്കുകയാണ്. ഏത് ട്രാക്കിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ട്രാക്ക് വേണമെന്നുള്ളൊരു ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് വ്യക്തമായൊരു രൂപം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആംബുലൻസുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാനുള്ള ഒരു സാഹചര്യം ടോൾ പ്ലാസ അധികൃതർ ചെയ്യുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതിനടിസ്ഥാനത്തിൽ സമരം ആംബുലൻസ് ഡ്രൈവർമാർ ഏർപ്പെടുത്തിയ, അല്ലെങ്കിൽ ഈ ഒരു ടോൾ പ്ലാസയിൽ, വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഏർപ്പെടുത്തിയ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി ബാബു എറിയോ. വിവാഹം വരുന്നു, സ്റ്റൈൽ തീരുമാനിച്ചു. വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ. ബ്രൈഡ് നൈറ്റ്. ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. ഗ്രൂമിനു വേണ്ടി ക്ലാസിക് ഷെർവാണികള്,
സ്റ്റൈലിഷ് കുർത്തകള്, പ്രീമിയം എത്നിക് കളക്ഷനുകള്, വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ MX വെഡിംഗ് സെന്റർ. 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം. MX Wedding Center, Valanjeri, Pattambi, Kutanad, Koppam and Kecheri.